നന്മയുടെയും സഹനത്തിന്റെയും ദിനങ്ങൾ പിന്നിട്ട് പുണ്യദിനമായ പെരുന്നാൾ എത്തിയിരിക്കുകയാണ്. കുവൈറ്റിലും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. പഴവും പച്ചക്കറിയും പുത്തൻ ഉടുപ്പുകളും വാങ്ങി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ തയ്യാറായി കഴിഞ്ഞു. സക്കാത്തിന്റെയും സൽക്കർമ്മങ്ങളുടെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ 30 ദിനങ്ങൾ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ പുണ്യമാസം. നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമുള്ള ഒരു കാലഘട്ടമാണിത്. ജാതിമത ഭേദമന്യേ എല്ലാ ആഘോഷങ്ങളും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്ന പ്രവാസികൾ റംസാൻ ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു. റമദാൻ ആഘോഷിക്കാൻ പോവാണ് നമ്മള്. എന്തൊക്കെയാണ് റമദാൻ തയ്യാറെടുപ്പുകൾ? പള്ളിയിൽ പോകണം, ഭക്ഷണം, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകണം. ഫ്രണ്ട്സൊക്കെ നിങ്ങളെ അങ്ങോട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അല്ലെ അങ്ങോട്ട് പോകണം ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക്? റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെയുണ്ട്. കുറച്ച് അധികമൊന്നുമില്ല. നാട്ടിലെവിടാ? നാട്ടിൽ മലപ്പുറത്ത്. വീട്ടില് ഒരു വർഷമായോ? 8 വർഷം. 8 വർഷത്തായി. 8 വർഷം വീട്ടില് റമദാൻ ആഘോഷിച്ചിട്ടുണ്ട്. 8 വർഷം ചില പ്രാവശ്യം നാട്ടിലായിരിക്കും. കുടുംബത്തോടെ പോയിട്ട് നാട്ടിൽ ആഘോഷിക്കുന്നത്. അപ്പൊ നാട്ടിലുള്ള ആഘോഷങ്ങൾക്കാണോ പ്രാധാന്യം, അല്ല കുവൈറ്റിലാണോ? നാട്ടിലാണ് കൂടുതലും. നാട്ടിലാകുമ്പോ കുടുംബത്തിന്റെ കൂടെ ആകുമ്പോ ആഘോഷങ്ങൾ കുറച്ചുകൂടി അല്ലേ? എന്താ പേര്? ओके, इधर कुवैत में इतना 14 ईयर्स हो गया। 14 ईयर्स हो गया। अब तो आपका पूरा रमजान कुवैत में था और कुवैत में अब तो सेलिब्रेशन में अभी तो कुवैत में अच्छा है और तो गाँव में पुराने अब यहाँ हो गए क्योंकि फैमिली इधर से हमारी, तो हमें यही अच्छा लगता है। वैसे अपनी कंट्री में भी बहुत अच्छा लगता है, तो उसके लिए मैक्सिमम हम लोग यहीं पे अपनी ईद मनाते हैं। जी, तो फैमिली के साथ और फ्रेंड्स के फैमिली के साथ। तो कल को क्या क्या तैयारी हो गया है? कल को अभी देने के लिए स्टार्ट किया है। लूडो हाइपर से सारा सामान उठाया। कल के हमारा मिठाई और शीर खुरमा वगैरह ये उसके लिए परचेजिंग करने आया है। तो बाकी 30 ദിവസത്തെ പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയോടും കൂടി എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ച് വിശ്വാസികൾ റമദാൻ ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാ വിശ്വാസികൾക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.